ബാച്ചിൻ്റെ ടൈം ആൻഡ് വർക്കിൻ്റെ ഒരു ക്ലാസ്സിലെ ആ ക്ലാസ് ഞാൻ പിൻ ചെയ്ത് വെക്കാം, ഇതിൻ്റെ കൂടെ ഇട്ടേക്കാം. അപ്പോൾ അതിലൊരു ഡൗട്ടാണ്, ഒരു മെത്തേഡ് 49.39 സെക്കൻഡിലുള്ള നിങ്ങൾക്കത് കാണാം. അപ്പോൾ അതിൽ ഈ ക്വസ്റ്റ്യൻ ആ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ എയും ബിയും നമ്പർ ഓഫ് ഡേയ്സ് തന്നിട്ടുണ്ട് 18, 30, LCM 90 എയുടെ എഫിഷ്യൻസി 5, ബിയുടെ എഫിഷ്യൻസി 3. ഇതൊക്കെ ആ ക്ലാസ്സിലുണ്ട്, എങ്ങനെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളെല്ലാം. എ ആൻഡ് ബി സ്റ്റാർട്ടഡ് വർക്കിംഗ് ടുഗദർ. എ ലെഫ്റ്റ് 16/3 ഡേയ്സ് ബിഫോർ. അപ്പോൾ ബിഫോർ പോകുമ്പോൾ ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബി അലോൺ കംപ്ലീറ്റ് ദ റെസ്റ്റ് ഓഫ് ദ വർക്ക്. ഫോർ ഹൗ മെനി ഡേയ്സ് ഡിഡ് എ വർക്ക്. അപ്പോൾ ഇത് ടുഗദർ അവർക്ക് എത്ര സമയം എടുക്കുന്നത് കണ്ടുപിടിക്കാനാണ് ആ ട്രിക്ക് ഉള്ളത്. അപ്പോൾ ഇവിടെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. എ 16 2/3 ഡേയ്സ് ബിഫോർ പോയി. അപ്പോൾ ആ സമയം ആര് ചെയ്യുന്നുണ്ട്, ബി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടോട്ടൽ 90 വർക്ക്. അപ്പോൾ 16 2/3 എന്ന് പറഞ്ഞാൽ 50/3. അപ്പോൾ 50/3 ഡേയ്സിൽ ബിയുടെ എഫിഷ്യൻസി 3 വെച്ചിട്ട് ബി എന്ത് ചെയ്യും, 50 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എയും ബിയും കൂടെ ടുഗദർ 40 യൂണിറ്റാണ് ചെയ്തത്. അപ്പോൾ അവരുടെ ടുഗദർ എഫിഷ്യൻസി എത്രയാണ്, 8. അതായത് 5 ദിവസമാണ് അവർ ചെയ്തത്. അപ്പോൾ എ എത്ര ദിവസം വർക്ക് ചെയ്യുന്നത് വെച്ചാൽ 5 ദിവസമാണ്. അപ്പോൾ ഇതിന് ഈ മെത്തേഡ് മതി, ആ മെത്തേഡ് വേണ്ട. ക്വസ്റ്റ്യൻ ക്ലാസ് ഇതിൻ്റെ കൂടെ പിൻ ചെയ്തേക്കാം.